Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. അപ്പോൾ നേന്ത്രപ്പഴം സേമിയയും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കയ്യിൽ നട്സ് ഉണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുതിരും ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാണാനും മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നട്സ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് കിട്ടിയാൽ ഇനി ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് സേമിയയാണ്. അപ്പോൾ ഈ ഒരു സേമിയ കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ സേമിയ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 3 നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് പഴുപ്പ് കൂടിയ പഴം എടുക്കണ്ട, ഏകദേശം ഒരു മീഡിയം പഴുപ്പിലുള്ള പഴം എടുക്കാം. അപ്പോൾ സേമിയ കളറൊക്കെ മാറി നന്നായിട്ട് വറവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ നെയ്യിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ പഴം ഏകദേശമൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഫുള്ളായിട്ട് പാലൊഴിച്ചിട്ട് വേവിച്ചെടുത്താലും മതിയാവും, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി സേമിയ ഇതിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളം പാലൊക്കെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. വലുതാണെങ്കിൽ 3 കോഴിമുട്ട തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കായ ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട മാത്രമായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പാലും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പാല് കയ്യിലുണ്ടെങ്കിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ മിക്സാക്കി എടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയിലേക്ക് ഈ ഒരു മുട്ടയുടെ കൂട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ അതിലേക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാനിന് പകരം കുക്കറിലായാലും ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടി പിടിക്കാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു അലൂമിനിയത്തിൻ്റെ പഴയ അടപ്പോ അല്ലെങ്കിൽ പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാം. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഒന്ന് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റൊക്കെ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. മുകൾ ഭാഗമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ടുള്ള വേറൊരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ തന്നെ സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.